സോ ബാർസലോണയും റയൽ മാഡ്രിഡും പോയി പോലും വിറയ്ക്കാറുള്ള സ്ട്രഗിൾ ചെയ്യാറുള്ള സാൻ മെമസ് സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബ് ബിൽബാവിനെ 3-0 തോപ്പിച്ചിട്ട് വരികയാണ്. യെസ്, അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. ആദ്യത്തെ മിനിറ്റുകളിൽ യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്തു. ബട്ട് 3-0 യൂറോപ്പ ലീഗ് സെമി ഫൈനൽ. അത്ലറ്റിക് ക്ലബ് ബിൽബാവിന് ഹോം ഗ്രൗണ്ട്, ഫൈനലും അവിടെ നടക്കാൻ പോകുന്നു. ബിൽബാവ് ആർ ഡിറ്റർമൈൻഡ്. അവരെ ചെന്ന് 3-0 തോപ്പിക്കുക. നിങ്ങളിപ്പോൾ ലീഗ് ടേബിൾ നോക്കാനായിട്ടാണെങ്കിൽ യുണൈറ്റഡും ടോട്ടനമിന്റെ പൊസിഷൻസ് കാണാം. 14th 16th 17th ഒക്കെയാണ്. ഇവർ രണ്ടുപേരും ഇതിന്റെ ബോട്ട് ലിമിറ്റിനെ നമ്മൾ നോക്കാനായിട്ട് ടോട്ടനാമും തോപ്പിച്ചു 3-1. ഓൾമോസ്റ്റ് വി മൈറ്റ് ബി സീയിങ് ആൻ ഇംഗ്ലീഷ് ഫൈനൽ ആസ് തിങ് സ്റ്റാൻഡ്സ്. സോ പ്രീമിയർ ലീഗിൽ എന്തോ ആയിക്കോട്ടെ പെർഫോം, യൂറോപ്പ ലീഗ് രണ്ടുപേരും ഒന്നൊന്നര പോക്കാണ്. എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, റയൽ മാഡ്രിഡ് ബി ലൈക്ക് വി ഹാവ് വിനീഷ്യസ് ജൂനിയർ, best winger in the world. Real Barcelona we like alla. We have Lamine Yamal, Rafinha. These guys are the best wingers in the world. Bayern Munich പറയുന്ന കിങ്സ്ലി കോമാൻ ഉണ്ട്, സാന ഉണ്ട്, ഒലീസ് ഉണ്ട്. ഇവരാണ് ബെസ്റ്റ് വിങ്ങേഴ്സ്. അല്ല, ഞങ്ങളുടെ റാഫേലിയോ ആണ് ബെസ്റ്റ് വിങ്ങർ എന്ന് മിലാൻ ഫാൻസ് ആർഗ്യൂ ചെയ്യുമായിരിക്കും. ലിവർപൂൾ വന്നിട്ട് പറയുക ഇല്ല, സല ഇപ്പോഴും ഒരു പ്രോപ്പർ വിങ്ങറാണ്, സല തന്നെയാണ് ബെസ്റ്റ് വിങ്ങർ. അല്ല, ലൂയിസ് ഡിയാസ് ഉണ്ട്. ഞങ്ങൾ ആർഗ്യുമെന്റിന് വരും. അത് PSG എവിടെ ഡെസറഡുവും ഡെമ്പലയും ഡെസറഡുവും ബർക്കോളയും കവറസ്കേലിയൊക്കെ ഉള്ളപ്പോൾ ഡെമ്പലയൊക്കെ ഉള്ളപ്പം നിങ്ങൾ എന്തിനാണ് ഇതൊന്നുമല്ല. ഇത് റൈറ്റ് ആൻസർ ഈസ് ഹാരി മഗ്വയർ. മാൻ യുണൈറ്റഡ് ഫാൻസ് ബി ലൈക്ക് ഹാരി മഗ്വയർ ഇസ് ദ ബെസ്റ്റ് വിങ്ങർ. മാൻ ഇന്നലെ ആ ഫസ്റ്റ് ഗോളിന് വേണ്ടി നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ് കാണിച്ച ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഹാരി മഗ്വയറിന്റെ സ്കിൽ. ഹി വാസ് സോ കോൺഫിഡന്റ് ഓൺ ദ ബോൾ ബ്രോ. ഇറ്റ്സ് റിയലി ഹാപ്പി. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. നമ്മൾ കണ്ടതാണ് ആ ഒരു പാർലമെന്റിൽ, ആഫ്രിക്കയിലെ ഏതോ രാജ്യത്തിന്റെ പാർലമെന്റിൽ പോലും ഹാരി മഗ്വയർ എക്സാമ്പിൾ വരുത്തിരുന്നു. അത്രയ്ക്കും ആളെ അതമ്പതിച്ചിരുന്നു. ആളെ അതമ്പതിച്ചെന്ന് പറഞ്ഞാൽ അതമ്പതിക്കുന്ന രീതിയിൽ ആളുകൾ കളിയാക്കിയിരുന്നു. ആളെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എല്ലാ ഫാൻസും, മാൻ യുണൈറ്റഡ് ഫാൻസും എതിർ ടീം ഫാൻസും എല്ലാം ഈക്വലി കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. ബട്ട് ആള് അധികം ടോക്ക് ചെയ്യാതെ പിച്ചിൽ പെർഫോം ചെയ്തുകൊണ്ട് ഇപ്പം റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാൻ യുണൈറ്റഡ് ഈ വർഷം യൂറോപ്പ ലീഗ് ജയിക്കുവാണെങ്കിൽ ഹാരി മഗ്വയർ പ്ലേഡ് എ ഹ്യൂജ് റോൾ ഇൻ ഇറ്റ്. ആ വെസ്റ്റ് ഹാം ഡീൽ ബ്ലോക്ക് ആയത് ഇപ്പം നന്നായിരുന്നു പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും. സ്ട്രൈക്കറിന്റെ കളിക്കുമ്പോൾ സ്ട്രൈക്കർ കളിക്കുക. ഇന്നലെ ആണെങ്കിലും ബാക്ക് ത്രീയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ വൺ ഓഫ് ദ ബെസ്റ്റ് DMസിൽ ഒരാളെയാണ്. ഇന്നലെ നോക്കാനായിട്ടാണ് ആളാ ബീറ്റ് ചെയ്തത്. ഒരു പ്രോപ്പർ വിങ്ങേഴ്സ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡിമാർക്കോനെ ലമീൻ യമാൽ ബീറ്റ് ചെയ്തപ്പോൾ നമ്മളൊക്കെ വാവുന്ന് പറയും. ബട്ട് ഇന്നലെ ഹാരി മഗ്വയർ നമ്മൾ നോക്കാനായിട്ട് തന്നെ ജാരെ ഗുസർ എന്ന് പറയുന്ന കൊള്ളാവുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. നമ്മൾ നോക്കാനായിട്ടാണ് ലലീഗയില് ആളെയാണ് ബീറ്റ് ചെയ്തത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവിന്റെ അടിയും മാൻ ഒന്നൊന്നര സ്കില്ല്. എന്നിട്ട് ആ ഒരു ക്രോസ്, ഒരു പ്രോപ്പർ ക്രോസ് ബോക്സിലോട്ടിട്ട് ഡേഞ്ചറസ് ക്രോസ്. അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഉഗാട്ടെ ഫ്ലിപ്പ് ചെയ്യുന്നു ആൻഡ് കസമീറോ വന്ന് ഫിനിഷ് ചെയ്യുകയാണ്. 1-0 ലീഡ് യുണൈറ്റഡ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് ഹാരി മഗ്വയർ ഇന്നലെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. 100% ടാക്കിൾസ് വോൺ, 100% ക്രോസിംഗ് ആക്യുറസി, 97% നമ്മൾ നോക്കാനായിട്ടാണ് പാസിംഗ് ആക്യുറസി. 70 പാസ്സാണ് അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 68 ആൾ കംപ്ലീറ്റ് ചെയ്തു. 2 ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 2 ക്ലിയറൻസസും. ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു ഹാരി മഗ്വയർ, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്തത് അധികം നന്നായിട്ടല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്റ്റാർട്ട് ചെയ്തത് അധികം പ്രോപ്പറായിട്ടേ അല്ല. ആ കാര്യം ഞാൻ 100% പറയുന്നു. ആദ്യത്തെ ഒരു 20 മിനിറ്റ് യുണൈറ്റഡ് സ്ട്രഗിൾ ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബിൽഡപ്പ് ഫേസിൽ റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ലറ്റിക് ക്ലബ് ബിൽബാവിന്റെ പ്രസ്സിൽ അവർ വീഴുന്നുണ്ടായിരുന്നു. നമ്മൾ കണ്ടു നിക്കോ വില്യംസിന്റെ ഒരു ചാൻസ്, ഇനിയാക്കോ വില്യംസ് ഇൻ ബിഹൈൻഡ് റൺസ് നടത്തുന്നുണ്ടായിരുന്നു. കൂടാതെ ലിൻഡലോഫിന്റെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് കണ്ടു. ആൻഡ് ഈ ഒരു ടൈമിൽ എടുത്തു പറയുന്നത്, ഇന്നലെ ഇവന്തോ ഉഗാർട്ടയ്ക്ക് 2 അസിസ്റ്റ് ഉണ്ടെങ്കിലും ഈ ഒരു ഫസ്റ്റ് 25 മിനിറ്റ്സ് എസ്പെഷ്യലി ആ 11 vs 11 ബാറ്റിലായിരുന്ന സമയത്ത് മാൻ ഉഗാർട്ടെ 2-3 സിറ്റുവേഷൻസിൽ റിയലി പാനിക്ഡ് ആവുന്നുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ഒരു പ്രഷർ പോലും ഇല്ലാതെ ബോൾ ഗീവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നു. സോ മേ ബി ഇന്നലെ ഇവന്തോ 2 അസിസ്റ്റ് ഉണ്ട്. ആള് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വന്നപ്പോൾ നല്ല പ്രോപ്പറായിട്ട് കളിച്ചു, എസ്പെഷ്യലി ഒരു 10 പേരായതിനു ശേഷം. പക്ഷെ എന്നാലും 11 vs 11 ടൈമിൽ ഉഗാർട്ടയുടെ 2-3 സിറ്റുവേഷനിലെ ആ ഒരു മിസ് പാസുകളും ആ ഒരു അനാവശ്യമായിട്ട് പ്രഷർ അബ്സോർബ് ചെയ്ത രീതി മേ ബി പറയുന്നതാണ് യുണൈറ്റഡിന്. സോ അവിടെ യുണൈറ്റഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പിന്നീട് ആ ഒരു 1-0 ലീഡ് യുണൈറ്റഡ് എടുക്കുന്ന കണ്ടു. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസിലോട്ടും കസമീറോയിലോട്ടും എല്ലാം വരാം. പക്ഷേ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് ഇൻസിഡന്റ്. എടുത്ത് പറയേണ്ടത് ആ റെഡ് കാർഡ് ഇൻസിഡന്റ് ആണ്. പ്രോബ്ലി അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലായിട്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞേ പറ്റൂ. സോ നമ്മൾ നോക്കാനായിട്ടാണ് വിവിയൻ റെഡ് കാർഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആ സമയത്ത് 11 vs 11 ഒരു പ്രോപ്പർ ബാറ്റിൽ പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റിന് മുമ്പ് ഒരു 5 മിനിറ്റോളം യുണൈറ്റഡ് ബാറ്റിൽസ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ബോളുകൾ ഇടുന്നുണ്ടായിരുന്നു, കസമീറോ ഫിസിക്കലി ബോൾസ് റിക്കവർ ചെയ്യുന്നുണ്ടായിരുന്നു. യുണൈറ്റഡ് പതുക്കെ ഗെയിമിലോട്ട് വരുമായിരുന്നു ആ ഒരു 6-7 മിനിറ്റ്.
പക്ഷെ ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റിന് ശേഷം നമ്മൾ കണ്ടു പ്രോബബ്ലി വി മൈറ്റ് സേ ഗെയിം കില്ലായി, യുണൈറ്റഡ് വൺ സൈഡഡ് ഗെയിമായി, അത്ലറ്റിക് ക്ലബ്ബ് കംപ്ലീറ്റ്ലി മേ ബി ടൈ തന്നെ ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു. സോ ആദ്യമേ റെഫറി അവിടെ ഒരു ഫൗൾ വിളിച്ചില്ല. പക്ഷെ നമുക്ക് പിന്നീട് റീപ്ലേയിൽ റെഫറിനെ ചെന്ന് VAR ഇന്റർഫിയർ ചെയ്യിപ്പിക്കുകയും അവിടെ യെല്ലോ കാർഡ് അവിടെ പെനൽറ്റി വിധിക്കുന്ന സിറ്റുവേഷൻ ആണ്. സോ ക്ലിയർലി നമ്മൾ ആ റീപ്ലേ കാണുമ്പോഴേക്കും അവിടെ ചെറുതായിട്ട് ആ ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഹോയിലൻഡിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വിവിയൻ. സോ ഡെഫിനറ്റ്ലി അതൊരു പെനൽറ്റിയാണ്, കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ പെനൽറ്റി അവാർഡ് ചെയ്തു. പക്ഷെ എന്നെയും സർപ്രൈസ് ചെയ്ത ഒരു കാര്യം ആ റെഡ് കാർഡ് ഇൻസിഡന്റ് ആണ്. സോ ഞാൻ ഓർത്ത് മേ ബി ഒരു യെല്ലോ കാർഡ് അതായിരിക്കും കൊടുക്കാൻ പോവുക. യെസ്, ക്ലിയർലി ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. സോ അതുപോലെ അതൊരു പെനൽറ്റിയാണ്, കാർഡ് കൊടുക്കാം, റെഫറിയുടെ ഒരു കോളാണ്. പക്ഷെ അത് റെഫറീസ് ഇൻസിഡന്റ് ആണ്, അതൊരു പെനൽറ്റി ബോക്സിനകത്തെ സംഭവമാണ്. ബട്ട് റൂൾ പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക് കൊടുത്താൽ റെഫറിക്ക് റെഡ് കാർഡ് പിടിക്കാം, ഇറ്റ്സ് റെഫറീസ് ഇൻസിഡന്റ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ കാണാറുള്ളത് പെനൽറ്റി ബോക്സിന് വെളിയിൽ വെച്ച് നമ്മൾ കാണാറുണ്ട് ലാസ്റ്റ് മാനായിട്ട് ഫൗളുകളൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു യെല്ലോ കാർഡ് അല്ല റെഡ് കാർഡ് ഡയറക്റ്റ് റെഡ് കൊടുക്കുന്നതാണ്. ബട്ട് പെനൽറ്റി ബോക്സിന് ഉള്ളിൽ പലപ്പോഴും റെഫറീസിന് ഇവന്തോ കൊടുക്കാൻ അധികാരം ഉണ്ടെങ്കിലും പല റെഫറീസും അപ്പോഴത്തെ ഒരു ഇൻസ്റ്റിങ് വെച്ച് യെല്ലോ കാർഡ് കൊടുക്കുന്നതാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ആ റെഫറി ഡയറക്റ്റ് റെഡ് കാർഡ് എടുത്ത് കൊടുക്കുമായിരുന്നു. എല്ലാവരും സർപ്രൈസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് മാൻ യുണൈറ്റഡ് പ്ലേയേഴ്സും സർപ്രൈസ് ആയിരുന്നു. മാൻ യുണൈറ്റഡ് ഒരു പെനൽറ്റിക്ക് വേണ്ടിയാണ് അവിടെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരുന്നത്, മേ ബി ഒരു യെല്ലോ കാർഡ്. ഈവൻ മാൻ യുണൈറ്റഡ് പ്ലേയേഴ്സിനും ആ പിച്ച് കാണാമായിരുന്നു. ദേ വെയർ ഓൾസോ എ ബിറ്റ് ഓഫ് ഷോക്കിലായിരുന്നു ഡയറക്റ്റ് റെഡ് കൊടുത്തത്. അത്ലറ്റിക് ക്ലബ് ബിൽബാവിന്റെ പ്ലേയേഴ്സും എർണസ്റ്റോ വാൽവേർഡെ ഒക്കെ റിയലി ഷോക്ക്ഡ് ആയിരുന്നു. ഞാനും ഷോക്കായിപ്പോയി റിയലി. ഈവൻ കമന്റേറ്റേഴ്സും ഒരു പറയുന്നുണ്ടായിരുന്നു, അവരും കുറച്ച് സർപ്രൈസ് ആണ്. സോ ഡെഫിനറ്റ്ലി ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് ഡയറക്റ്റ് റെഡ് കാർഡ് റെഫറിക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. മേ ബി ഇറ്റ്സ് സ്കോർ, പക്ഷെ അത് കുറച്ച് ഹാർഷായെന്ന് പറയാം. മേ ബി കളിയുടെ ഒരു ഇന്റൻസിറ്റി പോയി. അത്രയും നേരം ഒരു 50-50 രണ്ട് ടീം. ഇപ്പോൾ ആദ്യത്തെ ഒരു 20 മിനിറ്റ് ബിൽബാവ് അങ്ങോട്ട് പോയപ്പം പിന്നെ പതുക്കെ ഒരു 6-7 മിനിറ്റ് ആയിട്ട് യുണൈറ്റഡ് അങ്ങോട്ട് ഗെയിമിലോട്ട് തിരിച്ചു വരുന്നു. വി മൈറ്റ് ഹാവ് സോളെ എപ്പിക് സൂപ്പർ ബാറ്റിൽ. പക്ഷെ അവിടെ നിന്ന് പിന്നെ 10 പേരെ ബിൽബാവ് ചുരുങ്ങുന്നു. മേ ബി ഒരു ടൈ കംപ്ലീറ്റ്ലി ഓവർ എന്നൊരു സിറ്റുവേഷനിലോട്ട് വന്നു. സോ അതിനുശേഷമാണ് നമ്മൾ നോക്കാനായിട്ടാണ് ആ പെനൽറ്റി എടുക്കാനായിട്ട് വരുന്നത് ആരാണ്? ബ്രൂണോ ഫെർണാണ്ടസ്. കാം കൂൾ ക്യാപ്റ്റൻസ് ഫിനിഷ് 37 ഗോൾ. അത് കൂടാതെ രണ്ടാമത്തെ ഒരു ഗോളും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവിടെ ഉഗാട്ടയുടെ ഒരു ബാക്കിൽ പാസ് റിസീവ് ചെയ്തുകൊണ്ട് ഒരു 1.5 ഫിനിഷ് ഉണ്ട്. ആൻഡ് 37 ഗോൾ അസിസ്റ്റ് ആയിട്ടുണ്ട് ഈ സീസണിൽ നമ്മൾ നോക്കാനായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ്. മിഡ്ഫീൽഡേഴ്സ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ്സിലെ മിഡ്ഫീൽഡേഴ്സിലെ മോസ്റ്റ് നമ്പേഴ്സ് ആണുള്ളത്. സെക്കൻഡ് എനിക്ക് നാളേക്കാൾ 9 ഗോൾ അസിസ്റ്റ് കൂടുതലാണ് ബ്രൂണോ ഫെർണാണ്ടസ്. ആൻഡ് ആളെ നമ്പർ 6 ഇട്ടോ നമ്പർ 8 ഇട്ടോ ഇന്നലെ ആണ്ടും ഫ്രണ്ട് 3 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടോ. ആള് കംഫർട്ടബിൾ ആണ്. എവിടെ വേണേലും ഇട്ടോ ഞാൻ കളിക്കും. എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഞാൻ കോഫിന് പോയി കിടക്കുമ്പോൾ സമയമുണ്ടെന്ന് ബ്രൂണോ ഫെർണാണ്ടസിനെ പറയുകയും ചെയ്തു. സോ അത് തന്നെയാണ്, എവിടെ ഇട്ടോ ഞാൻ കളിച്ചിരിക്കും. 2 ഗോൾസ്, ക്യാപ്റ്റൻസ് പെർഫോമൻസ്. ബ്രൂണോ ഫെർണാണ്ടസ് ഈ സീസൺ ഇല്ലാന്ന് യുണൈറ്റഡ് ഓൾറെഡി ലീഗ് 14-ാമതാണ്. ബട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഈ സീസൺ ഇല്ലാന്നെങ്കിൽ യുണൈറ്റഡ് ലീഗിലെ അവസ്ഥ ഇതിലും വേഴ്സാണ്. യൂറോപ്പ ലീഗ് സെമി ഫൈനലിൽ യുണൈറ്റഡ് ഒരിക്കലും കളിക്കത്തില്ല. യൂറോപ്പ ലീഗ് സെമി ഫൈനലിൽ യുണൈറ്റഡ് ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലെങ്കിൽ കളിക്കത്തില്ല. ഈ സീസണിൽ മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈം യുണൈറ്റഡ് റെലഗേറ്റ് ആവുന്നു ഞാൻ പറയുന്നില്ല. ബട്ട് തിങ്സ് മൈറ്റ് ഹാവ് ഗോൺ ഈവൻ വേഴ്സ് വിത്തൗട്ട് എ ഡൗട്ട്. സോ ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് എ ബിഗ് ഗെയിം പ്ലെയർ. സോ ഞാൻ പലപ്പോഴും ഇപ്പം ഇന്നലെയും കൂടെ ആലോചിച്ച് നമ്മൾ ഒഡിഗാർഡിനെയൊക്കെ പലപ്പോഴും ബിഗ് ഗെയിംസ് മിസ് ചെയ്യുന്ന പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് ടാലന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ബട്ട് ഇവൻ ലാസ്റ്റ് നമ്മൾ PSG മാച്ചിൽ നമ്മൾ കണ്ടു ഒഡിഗാർഡ് പതുക്കെ ഒന്ന് മങ്ങുന്നു. ഇങ്ങനത്തെ ബിഗ് ഗെയിംസിൽ പല മിഡ്ഫീൽഡേഴ്സിനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമ്പോഴേക്കും അഥവാ ഇതാവുമ്പോഴേക്കും ബ്രൂണോ ഫെർണാണ്ടസ് ഓൾവേസ് പ്ലീസിങ് ഓൺ ദ ഐ ആയിരിക്കത്തില്ല. ശരിയാണ്, ഇഫ് യു ആർ ഒപ്പോണന്റ് ടീമിന്റെ ഇതാണെങ്കിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം അറിയത്തില്ല. പക്ഷേ വെൻ ഇറ്റ് മാറ്റേഴ്സ് ബിഗ് മാച്ചസ്, ഞാൻ എപ്പോഴൊക്കെ യുണൈറ്റഡിന്റെ ബിഗ് മാച്ചസ് കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ യുണൈറ്റഡിനെ രക്ഷിക്കുകയും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈവൻ എന്തോ നിങ്ങൾക്ക് ബ്രൂണോനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു ശരിയാണ്, പുള്ളി ആറ്റിറ്റ്യൂഡോ പിച്ചിന്റെ ഇത് സംഭവം പുള്ളി ആർഗ്യുമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെ പുള്ളി കുറെ മിസ് പാസുകൾ ചെയ്യാറുണ്ടോ എന്ത് വേണേലും പറഞ്ഞോ. ബട്ട് ഇഫ് യു ആർ എ യുണൈറ്റഡ് ഫാൻ, if you like watching football, Bruno Fernandes is a pure talent എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ടാലന്റ് മാത്രമല്ല, പുള്ളി പെർഫോം ചെയ്യേണ്ടപ്പം പെർഫോം ചെയ്യും. മേ ബി എനിക്ക് വേണ്ടത് അതാണ്. മേ ബി പ്ലീസിങ് ഓൺ ദ ഐ അല്ലായിരിക്കാം, ബട്ട് എൻ്റെ ടീമിന് മാറ്റർ ആകും. പിച്ചിൽ ബിഗ് മാച്ചസ് പെർഫോം ചെയ്യുന്നുണ്ടോ അതാണ് വേണ്ടത്. ടീംസിന് റിസൾട്ട് ഗ്രാൻഡ് ചെയ്തിരുന്നുണ്ടോ അതാണ് വേണ്ടത്. അത് ബ്രൂണോ ഫെർണാണ്ടസ് കൊടുക്കുന്നുണ്ട്. ഇന്നലെ 73 ടച്ചുകൾ, 7 ഡ്യൂവൽസ് ആൾ വിൻ ചെയ്തു, 5 ആക്യുറേറ്റ് ക്രോസസ്, 4 ഷോട്ട്, 3 ടാക്കിൾസ്, 3 ചാൻസുകൾ ആൾ ക്രിയേറ്റ് ചെയ്തു, 2 ഗോൾസും ആൾ സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. സോ ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് എ ടോപ്പ് പ്ലെയർ എന്നുള്ളത് ഇനി ഇതിലും വലിയൊരു സ്റ്റാറ്റ്സിന്റെ ആവശ്യമില്ല. എല്ലാ വീക്ക് ആൻഡ് വീക്ക് മാൻ യുണൈറ്റഡിന്റെ ബിഗ് ഗെയിംസിൽ എപ്പോഴും പെർഫോം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ്. അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ എൻ്റെ കസമീറോനെ കണ്ടടോ എന്ന് വേണേൽ പറയാം. കസമീറോനെ കണ്ടടോ.
എൻ്റെ പഴയ കസമീറോനെ കണ്ടടോ, ഞാൻ റയൽ മാഡ്രിഡിൽ കാണിച്ചുകൊണ്ടിരുന്ന കസമീറോനെ കണ്ടടോ എന്ന് വേണേൽ പറയാം. കാരണം ഇന്നലെ കസമീറോ മാൻ എല്ലാ 50-50 ഡ്യൂവൽസും വിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഏരിയയിൽ എല്ലാ ബോൾസും വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു മോൺസ്റ്റർ, ഒരു ടാങ്ക് ആയിരുന്നു ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് കസമീറോ മിഡ്ഫീൽഡിൽ. ആൻഡ് ഇന്നലെ ആണെങ്കിൽ ലാസ്റ്റ് ആളുടെ ഒരു ഹെഡർ, ആൾ ഗോളും സ്കോർ ചെയ്തു. കൂടാതെ സെക്കൻഡ് ഹാഫിൽ ബ്രൂണോയുടെ ഫ്രീ കിക്ക് കോർണർ കിക്ക് ഹെഡർ ബാർ തട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുണ്ട്. കെപ്പ സേവ് ചെയ്ത് ബാർ തട്ടി വിടുമായിരുന്നു തോന്നുന്നു. സോ 106 ടച്ചുകൾ ആളെടുത്തു, 100% ഏരിയൽ ഡ്യൂവൽസ് വിൻ. അതായത് 5 എണ്ണം അറ്റംപ്റ്റ് ചെയ്ത് 5 ആൾ ജയിച്ചു, 4 ക്ലിയറൻസസ്, 4 ടാക്കിൾസിന് 3 ആൾ വിൻ ചെയ്തു. കൂടാതെ ആളൊരു ഗോളും സ്കോർ ചെയ്തു. ഒരു 1.5 പെർഫോമൻസ് ആയിരുന്നു കസമീറോയുടെ. അതുപോലെ തന്നെ ഇന്നലെ ബാക്ക് 3യിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അല്ല മസ്രായി സ്റ്റാർട്ട് ചെയ്ത്, ആള് റൈറ്റ് ബാക്ക് ആയിട്ടാണ് ഇന്നലെ ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. ആ റൈറ്റ് വിങ് ബാക്ക് റോളിൽ. ബട്ട് അതിനുശേഷം നോക്കുകയാണെങ്കിൽ പാട്രിക് ഡൂർഗാണ് ലെഫ്റ്റ് വിങ് ബാക്ക് റോളിൽ ഇട്ടത്. പാട്രിക് ഡൂർഗ് കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. 2-3 ടേക്ക് ഓൺസ് ഉണ്ടായിരുന്നു, 1-2 നല്ല ചാൻസ് ക്രിയേറ്റിംഗ് സിറ്റുവേഷൻസ് ആൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. സോ പാട്രിക് ഡൂർഗ് വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് മസ്രായുടെ കാര്യം എടുത്തു പറയണം. ഇന്നലെ മസ്രായുടെ ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് ഒരു ഷോട്ട് ബാർ തട്ടിപ്പോയി. അത് കൂടാതെ ഇന്നലെ മസ്രായുടെ കാര്യം പറയേണ്ടത്, നിക്കോ വില്യംസിനെ ആൾ റിയലി എന്നാ പറയുക ക്വയറ്റാക്കി നിൽക്കുന്നതിൽ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു നല്ല റോള് കളിച്ചൊന്നും പറയാതിരിക്കാൻ പോയാൽ. ഇന്നലെ മസ്രായുടെ പെർഫോമൻസും എടുത്തു പറയണം. 100% ടാക്കിൾസും ആൾ ഇന്നലെ വിൻ ചെയ്തു. 10 ഡ്യൂവൽസിൽ 7 ആൾ വിൻ ചെയ്തു. ആൻഡ് 4 ടാക്കിൾസിലാണ് അറ്റംപ്റ്റ് ചെയ്ത 4 ടാക്കിൾസ് ആൾ വിൻ ചെയ്തു. പിന്നെ ആളുടെ ഒരു ഷോട്ട് ബാർ തട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുണ്ട്. അതുകൊണ്ട് കയറുമായിരുന്നെങ്കിൽ ബിൽബോ നീറ്റായി കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയാനെ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ മസ്രായി നിക്കോ വില്യംസിന് നല്ലൊരു പെർഫോമൻസ് ആണ് കൊടുത്തത്. അതും എടുത്ത് പറയേണ്ട ഒരു ഇത് തന്നെയാണ്. സോ മേ ബി യുണൈറ്റഡ് സെക്കൻഡ് ഹാഫിൽ മേ ബി ലീഡ് ഉയർത്താൻ ചാൻസ് ഉള്ളതാണെങ്കിൽ 3-0 സ്ഥാനത്ത് 4-0 ഒക്കെ ആക്കാമായിരുന്നു. ബട്ട് as things stands ഓൾഡ് ട്രാഫോർഡിലോട്ട് വരുമ്പോൾ വിത്തൗട്ട് എ ഡൗട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ദ ഫേവറേറ്റ്സ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഈ ടൈ കൊണ്ട് ബോട്ട്ലിയോ ആണെങ്കിൽ ബോട്ട്ലിയൊന്നും തോന്നുന്നില്ല യുണൈറ്റഡ് കടക്കുന്നൊരു ഫീൽ ഉണ്ട്. പിന്നെ ബിൽബാവോ തള്ളിക്കളയുന്നില്ല ഞാൻ, ബട്ട് ബിൽബാവോ ഇസ് എ റിയലി ഗുഡ് സൈഡ്. അവർ സാൻസെറ്റിനെ റിയലി ഇന്നലത്തെ മാച്ച് മിസ് ചെയ്തു. ക്രിയേറ്റിവിറ്റി റിയലി ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മിഡ്ഫീൽഡ്, എസ്പെഷ്യലി 10 പേരായതിനു ശേഷം അവർ ക്ലിയർലി അണ്ടർ പ്രഷറായിരുന്നു. സാൻസെറ്റിനെ മിസ് ചെയ്തൊരു മത്സരം തന്നെയായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് യുണൈറ്റഡ് 10 പേര് അവരായതിനു ശേഷം കുറച്ചുകൂടെ ഈസിയറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. സോ 10 പേരായി എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമല്ല. നമ്മൾ 10 പേരായതിനു ശേഷമാണ് ലയൺ യുണൈറ്റഡ് അഗേൻസ്റ്റ് 1.5 കളി കളിച്ചതല്ലേ ലാസ്റ്റ് ഇതിൽ. സോ യുണൈറ്റഡ് ഇന്നലെ ഇവന്തോ ബിൽബ 10 പേരായെങ്കിലും ബിൽബായുടെ ഹോം മാച്ച് ആയിരുന്നു, ഇവന്റെ ഹോം സ്റ്റേഡിയം ആണ്. ആ അഡ്വാൻറ്റേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അലവ് കൊടുത്തില്ല. പ്രോപ്പറായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തു. സോ പ്രോപ്പറായിട്ട് തന്നെ കളിച്ചു. എവരിബഡി പ്ലേഡ് റിയലി വെൽ. ഇന്നലെ റാസ്മസ് ഹോയിലൻഡ് ആണെങ്കിലും ഇന്നലെ അപ്പ് ഫ്രണ്ട് കൊടുക്കേണ്ട ആ ഒരു ഫിസിക്കാലിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നൊരു അന്യായ പെർഫോമൻസ് ആയിരുന്നു, ഒന്നും മറ്റൊന്നുമല്ല. ബട്ട് റാസ്മസ് ഹോയിലൻഡ് വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, അമാദ് ദിയാലോയും ഡിലീറ്റ് 65-ാം മിനിറ്റിൽ ഇറങ്ങി. അമാദ് ദിയാലോയും കോബി മൈനെ ലാസ്റ്റ് 10 മിനിറ്റോളം കളിച്ചു. സോ ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് യുണൈറ്റഡിന്. അപ്പുറത്ത് അതുപോലെ തന്നെ ടോട്ടനാമിന്റെ കാര്യം എന്ന് പറഞ്ഞു നിർത്താം. ടോട്ടനാം ഇന്നലെ ബോർഡ്ലിമിന്റെ 3-1 തോപ്പിച്ചിരുന്നു. സോ ഫസ്റ്റ് ലെഗ് ടോട്ടനാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിലായിരുന്നു. സോ സെക്കൻഡ് ലെഗ് നടക്കാൻ പോകുന്ന ബോർഡ്ലിമിന്റെ ഹോം ഗ്രൗണ്ടിലാണ്. സോ മേ ബി കംപ്ലീറ്റ്ലി ആ ടൈ ഓവറായെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ടോട്ടനാം ബോർഡ്ലിമിന്റെ അവേ there is a possibility 2 goal deficit ഉള്ളൂ. എനിത്തിങ് ഈസ് പോസിബിൾ. പക്ഷെ as things stands ടോട്ടനാം ഹോട്ട്സ്പറും യുണൈറ്റഡും ഫൈനലിൽ കടക്കണം. അതാണ് ഇപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഫൈനലിൽ നേരിടാനായിട്ടുള്ള ഫേവറേറ്റ്സ്. സോ വി മൈറ്റ് ബി സീയിങ് ആൻ ഓൾ ഇംഗ്ലീഷ് ഫൈനൽ യൂറോപ്പ ലീഗിൽ. നമ്മൾ നോക്കാനായിട്ടാണ് ബിൽബാവോ സ്റ്റേഡിയത്തിൽ ടോട്ടനാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളി നമുക്ക് സ്പെയിനിൽ കാണാം എന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. അതുപോലെ ചെൽസി ഇന്നലെ കോൺഫറൻസ് ലീഗ് സെമി 4-1 ജയിച്ചിട്ടുണ്ട്. സോ എന്തായാലും നോക്കാം. ഇംഗ്ലീഷ് ടീമുകൾ നന്നായി പെർഫോം ചെയ്തിട്ട് ചാമ്പ്യൻസ് ലീഗിലും ആർസണൽ സെക്കൻഡ് ലെഗ് കംബാക്ക് നടത്തുമോ എന്നുള്ള രീതിയിലായിരിക്കാം ഇംഗ്ലീഷ് ഫാൻസ് നിൽക്കുക. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ വരുന്നു. എന്തായാലും യൂറോപ്പ ലീഗിലും കോൺഫറൻസ് ലീഗും ഇംഗ്ലീഷ് ടീം അടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പുറത്തെ ആന്റണിയുടെ റയൽ ബെറ്റിസും വിട്ടുകൊടുക്കാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ പോകുമെന്ന്. എനിക്ക് തോന്നുന്നു എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും 3 കോമ്പറ്റീഷൻസും, യൂറോപ്പ ലീഗും കോൺഫറൻസ് ലീഗും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. 3 ഈ സീസൺ ഒരു 1.5 ഫൈനലായിരിക്കും ഒരു ഫീലുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും സെക്കൻഡ് ലെഗ് റിസൾട്ടുകൾ നടക്കട്ടെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ. ബൈ.